സോഷ്യൽ മീഡിയയിൽ പോലെ രേണു സുധിക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ കോഴിക്കോടും രേണു സുധിയും നൽകിയ ഒരു ആൽബത്തിന്റെ രംഗങ്ങളാണ് ഇതിന് ഇത്രയുമധികം വിമർശനം നേടാൻ കാരണമാക്കിയത്. ഇരുവരും അഭിനയിച്ച പുതിയ ആൽബത്തിലെ ചില രംഗങ്ങളെ ചൊല്ലിയാണ് തർക്കം. എന്നാൽ നേരത്തെയും ഇരുവരും തമ്മിൽ ചെയ്ത വീഡിയോകൾക്കെല്ലാം തന്നെ ഒരുപാട് വിമർശനവും രേണു സുധിയും അതേപോലെ ദാസേട്ടൻ കോഴിക്കോടും നേരിട്ടിട്ടുണ്ട്. നേരത്തെ ചാന്തുപുട്ട് എന്ന സിനിമയിലെ ഒരു ഗാനത്തിന് നൽകിയ റീൽസിലൂടെയും ഇരുവരും തമ്മിൽ വൈറലായപ്പോൾ ഇരുവർക്കും ഒരുപാട് വിമർശനവും നേരിടേണ്ടി വന്നു. എന്നാൽ ഇതിനെല്ലാം തന്നെ തക്കതായ മറുപടി നൽകിയാണ് രേണു സുധിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇരുവരും തമ്മിൽ അഭിനയിച്ച ഈ ഒരു ആൽബത്തിന് ഒരുപാട് വിമർശനവും ഒരുപാട് കമന്റുകളും വന്നു. ഏപ്പടം എന്ന തരത്തിലെല്ലാം തന്നെ ഒരുപാട് വിമർശനം രേണു സുധി നേരിടേണ്ടി വന്നു. എന്നാൽ ഇതിനെല്ലാം തന്നെ മറുപടിയുമായി രേണു സുധിയും രംഗത്ത് വന്നു. എൻ്റെ ഈ ഒരു ആൽബത്തിന് ഏപ്പടം എന്ന് വരെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയതെല്ലാം തന്നെയാണ് രസകരമായി രേണുവും മറുപടി നൽകിയത്. എന്നാൽ ദാസേട്ടൻ കോഴിക്കോടും രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. ഭർത്താവ് മരിച്ചാൽ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന പഴയ ഒരു ചിന്താഗതിയെ ചൊല്ലിയായിരുന്നു പിന്നെയും സംസാരം വന്നത്. എന്നാൽ എന്തിനാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നും അവർ പുതിയൊരു വിവാഹം കഴിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവർ തമ്മിൽ എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ കൊടുക്കുന്നത് എന്നെല്ലാം തന്നെയാണ് ദാസേട്ടൻ കോഴിക്കോടും ചോദിച്ചത്. രേണു സുധി എനിക്കൊരു സഹോദരി പോലെ തന്നെയാണ് എന്നും തൻ്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ എനിക്ക് ഈ വർക്കിനെ തന്നിട്ടുണ്ട് എന്നെല്ലാം തന്നെയാണ് ദാസേട്ടൻ കോഴിക്കോട് വെളിപ്പെടുത്തിയത്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ആൽബം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ഒരു കലാകാരിയെ എന്തിനിങ്ങനെ വേട്ടയാടണം എന്ന് തന്നെയാണ് പ്രേക്ഷകരും ചോദിക്കുന്നത്. രേണു സുധിയുടെ രംഗങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇത്രമാത്രം വിമർശനം വരുന്നത് എന്നും ആരാധകർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് രേണു സുധി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.